തമിഴ്നാട്ടിലെ തിരുപ്പുറം കുണ്ട്രം, അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വഖഫ് ബോർഡിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ്. അതിനെക്കുറിച്ച് പിന്നീടൊന്നും കേൾക്കുന്നില്ല. എന്തായി അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം മധുരയിൽ ആയിരക്കണക്കിന് മുരുക ഭക്തന്മാർ, മുരുകൻ ദേവസേനാധിപതിയാണ്, ദേവന്മാരുടെ പടനായകനാണ്. ദേവന്മാരുടെ പടനായകനായ ശ്രീ മുരുകൻ്റെ ഭക്തരായ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ അടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ മധുരയിൽ ഒന്നിച്ചുകൂടി മുരുകൻ്റെ പട ആർത്തലച്ച് വന്നു. എന്നിട്ട് അവർ അരഹരോഹര വിളിച്ചിട്ട് വെട്രിവേൽ മുരുകന് വാഴുക എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു, തിരുപ്പുറം കുണ്ട്രം മുരുകൻ്റെ 6 പടയ വീടുകളിലൊന്നാണ്. അവിടെ ഒരൊറ്റ മുസ്ലിം കയറി നിങ്ങൾ പറയുന്ന പോലെ വക്കഫാന്ന് പിടിച്ചെടുക്കാൻ വന്നാൽ, അവിടെ നിങ്ങൾ പറയുന്ന പോലെ മൃഗബലി നടത്താൻ വന്നാൽ, ഹിന്ദു എന്ന് പറയുന്ന ഒരു മഹാസംഘശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുമെന്ന് തമിഴ്നാട് സർക്കാരിന് വലിയ വെല്ലുവിളി മുന്നറിയിപ്പ് കൊടുത്തു. അത്ര വലിയൊരു ജനസഞ്ചയം തമിഴ്നാട്ടിൽ ഒന്നിച്ചുകൂടി. അപ്പോൾ നമ്മൾ ഈ നാട്ടിലെ പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ടല്ലോ, ഒറ്റ പത്രത്തിൽ ഇത് വാർത്തയുണ്ടായിരുന്നില്ല. ഒറ്റ പത്രത്തിൽ വാർത്തയുണ്ടായില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ തിരുപ്പുറം കുണ്ട്രം എന്ന് പറയുന്ന മുരുകൻ്റെ 6 പടയ വീടുകളിലൊന്നായ ഈ മഹാക്ഷേത്രത്തിൽ, ഇത് പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് പണിത ക്ഷേത്രമാണ്, ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് പണിതു എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അപ്പോൾ മുരുകനെ സംബന്ധിച്ച്, മുരുകൻ ദേവസേനാധിപതി ആയതുകൊണ്ട് അദ്ദേഹത്തിന് 6 പടവീടുകളുണ്ട്. 6 പടവീടുകൾ എന്ന് പറഞ്ഞാൽ 6 സേനാ ക്യാമ്പുകളാണ്. അത് തിരുത്തണി, സ്വാമിമല, നമുക്കെല്ലാം അറിയാവുന്ന പഴനി, തിരുപ്പരംകുണ്ട്രം, തിരുച്ചെന്തൂർ, പഴമുതിർ ചോല എന്നിങ്ങനെയാണ് മുരുകൻ്റെ 6 പടവീടുകൾ. അത് മാത്രമല്ല, തിരുപ്പരംകുണ്ട്രത്തിൻ്റെ പ്രാധാന്യം അവിടെ വെച്ചാണ് ദേവയാനിയെ ഭഗവാൻ മുരുകൻ വിവാഹം ചെയ്തതെന്ന് കരുതുന്നു. അപ്പം മുരുകൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ സംഭവങ്ങൾ നടന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പരംകുണ്ട്രം. ഇതൊരു മലയുടെ മുകളിലാണ്. മധുരയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ ദൂരമുള്ളൂ. ആ മലയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമുണ്ട്. അവിടെ ഒരു കാശി വിശ്വനാഥർ ക്ഷേത്രമുണ്ട്, ജൈന ഗുഹാക്ഷേത്രമുണ്ട്. ഇതൊക്കെയുണ്ട്. പൗരാണികമായ പതിറ്റാണ്ടുകൾ, നമുക്ക് എണ്ണിയാൽ തീരാത്ത 2-ാം നൂറ്റാണ്ടിലാണ് ജൈനക്ഷേത്രം ഉണ്ടായിരുന്നത്, 2-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ എത്ര കാലം പഴക്കമുള്ളതാണെന്ന് നോക്കണേ. അവിടെ ആ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിനല്ല, 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ഒരു ദിവസം, ഒരു വർഷം മുരുകനെ വന്ന് കാണാൻ വേണ്ടി തിരുപ്പരംകുണ്ട്രത്തും വരുന്നത്. ഇപ്പോൾ പഴനിയാണ് നമുക്ക് ഏറ്റവും ഫെമിലിയർ എങ്കിൽ, തമിഴ്നാട്ടുകാരന് ഈ 6 പടയ വീടുകളും ഒരേപോലെ പ്രാധാന്യമാണ്. മുരുകനെ വിട്ടിട്ട് തമിഴനൊരു കളിയില്ല. നിങ്ങൾ ദ്രാവിഡ മുന്നേറ്റ ഘടകമോ അല്ലെങ്കിൽ യുക്തിവാദമോ ഒക്കെ പറഞ്ഞ് DMKയും AIDMK ഉറഞ്ഞു തുള്ളിയാലും മുരുകനെ തൊട്ടാൽ തമിഴ് സമ്മതിക്കില്ല. അതാണ് മധുരയിൽ കണ്ടത്. മധുര പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇവിടെ പ്രതിഷേധിച്ച് ജനങ്ങൾ വരരുതെന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചപ്പോൾ ഹിന്ദു മുന്നണി അടക്കം 50 സംഘടനകൾ ചേർന്നിട്ട് കോടതി പോയി. ഞങ്ങൾക്ക് പ്രതിഷേധിക്കണം, ഞങ്ങൾക്ക് ഒത്തുകൂടണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭഗവാന്റെ വാസസ്ഥലമായ പൗരാണികമായ ക്ഷേത്രം വഖഫാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുക മാത്രമല്ല, അവിടെ പോയിട്ട് ആടിനെ വെട്ടി, കോഴിയെ വെട്ടി ബലി നടത്തി ആ ക്ഷേത്ര പരിസരത്തെ മലീമസമാക്കാനുള്ള ശ്രമമുണ്ടായാൽ ഞങ്ങൾ അതിനെ ചെറുക്കും, അതിൽ പ്രതിഷേധിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ് കോടതി പോയപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങൾ പ്രകടനം നടത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ആയിരക്കണക്കിന് ആളുകൾ മുരുകൻ്റെ പട മധുരയിലേക്ക് ഇരച്ചെത്തിയത്. അവർ വളരെ ശക്തമായി പറഞ്ഞു, ആ മലയിൽ തൊട്ട് കളിച്ചാൽ തമിഴ്നാട്ടിൽ ഒരു ദർഗയല്ല, ഒരു പള്ളിയും ഇനി പ്രവർത്തിക്കില്ല, ഒരു മസ്ജിദും പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞു. സ്റ്റാലിൻ വരണ്ടു പോയി. കാരണം അറിയാമോ, സ്റ്റാലിൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആഗോള മുരുക സംഗമം നടത്തിയത്. ഇപ്പോൾ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീരാമൻ്റെ പേരിൽ BJPക്ക് ഒരുപാട് ഗെയിൻ ഉണ്ടാവുന്നു എന്ന് കരുതി അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ഉദയനിധി സ്റ്റാലിൻ, തൻ്റെ മകൻ ഉപമുഖ്യമന്ത്രി നടത്തിയ ഹിന്ദു വിരുദ്ധ പരാമർശങ്ങളുടെ ഒരു ഡാമേജ് പരിഹരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് മുരുകൻ്റെ പേരിലുള്ള ഒരു ആഗോള സംഗമം സ്റ്റാലിൻ തമിഴ്നാട്ടിൽ നടത്തിയത്. അത് കഴിഞ്ഞിട്ട് ഏതാനും മാസം കഴിയുമ്പോൾ സ്റ്റാലിൻ്റെ സർക്കാരിലെ MLAയും സ്റ്റാലിൻ്റെ പാർട്ടിയിലെ MLAയും സ്റ്റാലിൻ്റെ സഖ്യകക്ഷിയായ IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ MPയും ചേർന്ന് തിരുപ്പുറം കുണ്ട്രം വഖഫിൻ്റെ ആണെന്ന് പ്രഖ്യാപിച്ച് അവിടെ വിശ്വാസം തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വലിയ തിരിച്ചടിയായി മാറുമെന്ന് സ്റ്റാലിന് മനസ്സിലായിട്ടുണ്ട്.
പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു ദർഗ വരണത്? അത് പറഞ്ഞു തരാം. ദർഗ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മുസ്ലിമുകൾ പുണ്യ പുരുഷനായിട്ടൊക്കെ കരുതുന്ന ആളുകൾ മരിച്ചാൽ അവരെ അടക്കിയിട്ട് അത് പ്രവാചകരൊന്നുമില്ല, അവരുടെ സൂഫികളോ ഒക്കെ ആയിരിക്കും. അതിപ്പോൾ എല്ലാ വിഭാഗം മുസ്ലിങ്ങളും ഈ ദർഗയിൽ അടക്കിയിരിക്കുന്നതിനെ വിശ്വസിക്കുന്നതല്ല. കാരണം മൃതദേഹം കുഴിച്ചിടുന്ന കല്ലറയാണ്. ആ കല്ലറയിൽ പ്രാർത്ഥന നടത്തും, പിന്നെ അവിടെ ഒരു ഹോളുണ്ടാക്കും, പിന്നെ അവിടെ ഒരു ഓഡിറ്റോറിയം വരും, പിന്നെ അവിടെ ഒരു മസ്ജിദ് വരും. ഇതാണ് തിരുപ്പറംകുன்றത്ത് നടന്നത്. തിരുപ്പറംകുன்றത്ത് അവരുടെ ഹസ്രത്ത് സുൽത്താൻ സിക്കന്ദർ എന്ന് പറയുന്ന ഹസ്രത്ത് സുൽത്താൻ സിക്കന്ദർ ബാദുഷ എന്ന് പറയുന്ന ഒരാളുടെ ശവകുടീരമുണ്ട്. എന്ന് വെച്ചാൽ അയാളുടെ മൃതദേഹം അടക്കം ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കല്ലറയുണ്ടായി, കല്ലറ പിന്നെ ഒരു ആരാധനാ സ്ഥലമായി, പിന്നെ അവിടെ ഒരു മസ്ജിദായി. ഇപ്പോൾ വലിയ നിർമ്മാണ പ്രവർത്തനം കടന്നിട്ട് അവിടെ ഒരു പള്ളിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ ചിത്രം നോക്കിയാൽ അറിയാം. മലയുടെ മുകളിൽ തിരുപ്പറംകുன்றம் ക്ഷേത്രം ഇരിക്കുന്നു. അതിൻ്റെ മുകളിൽ മലയുടെ ഭാഗത്താണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ അന്നൊന്നും ഇത്രയും ആളുകൾ ഈ പറയുന്ന പോലെ വഖഫ് ഭീകരതയൊന്നും അറിയാത്തത് കൊണ്ട് ആ മലയുടെ ഒരു മുകളിൽ അവരൊരെണ്ണം വെച്ചോട്ടെ എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ അങ്ങനെയാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബബയുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. ഞാൻ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഇപ്പോൾ നടക്കുകയാണല്ലോ. വലിയ 113ാമത്തെ വർഷമാണ്. കഴിഞ്ഞ ദിവസം അത് മോഹൻജി ഭാഗവതൊക്കെ പങ്കെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ സെമിനാറിൽ സംസാരിക്കാൻ എന്നെ വിളിച്ചിരുന്നു. ഞാനിപ്പോൾ ചെറുകോൽപ്പുഴ ഇറങ്ങി രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ അവിടെ ഒരു ഹോട്ടലിൽ കയറി. ആനന്ദഭവൻ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഹിന്ദു ഹോട്ടലാണ്. പക്ഷേ ഞാൻ കാണുന്നൊരു കാഴ്ച, അവിടെ ഹോട്ടലിൻ്റെ ഭിത്തിയിൽ ഹിന്ദു ദേവതകളുടെയൊക്കെ ചിത്രം വെച്ചിട്ടുണ്ട്. വിഷ്ണുവുണ്ട്, ലക്ഷ്മി ദേവിയുണ്ട്, ഗണപതിയുണ്ട്, മുരുകനുണ്ട്, അയ്യപ്പനുണ്ട്. പക്ഷേ ആ ഫോട്ടോ 5-6 ഫോട്ടോയുടെ ആദ്യം ഇരിക്കുന്ന ഫോട്ടോ ആരെന്നറിയോ? വേളാങ്കണ്ണി മാത. എൻ്റെ അവസാനം ഇരിക്കുന്നത് യേശുദേവനാണ്. എല്ലാത്തിനും മാലയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉറപ്പിച്ചു ഇത് ഹിന്ദുവിൻ്റെ ആണ്. ഹിന്ദു മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. ഒരു മുസ്ലിമോ ഒരു ക്രൈസ്തവനോ അവൻ്റെ സ്ഥാപനത്തിൽ ഒരിക്കലും ഹിന്ദു ദേവതകളുടെ ചിത്രം വെക്കത്തില്ല. നമ്മളൊരു ബസ്സിൽ കയറിയാൽ ചില ബസ്സുകളിൽ 3 ആരാധനാലയങ്ങളുടെ 3 മതത്തിൻ്റെ ചിഹ്നങ്ങൾ കാണാം. ഉറപ്പാണ് ഹിന്ദുവിൻ്റെ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഹിന്ദു എല്ലാം ചേർത്ത് വെക്കും. വന്നോട്ടെ, ഇത് മുന്നോട്ട് വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെല്ലാം ഒന്നാണല്ലോ. നമ്മളങ്ങനെയാണല്ലോ. തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്, അല്ലേ? എല്ലാത്തിലും നമ്മുടെ ദൈവം ഉണ്ടെന്ന് കരുതുന്നവർ. അതുകൊണ്ട് അവിടെ ഈ തിരുപ്പറംകുன்றത്ത് ഒരു ദർഗ വന്നു, സൂഫി വര്യൻ്റെ മൃതദേഹം അടക്കിയത് ഇരുന്നോട്ടെ എന്ന് കരുതി. പക്ഷേ ഇപ്പോൾ സംഭവിച്ചതെന്നറിയോ? ഇപ്പോൾ സംഭവിച്ചത് കഴിഞ്ഞ ഡിസംബർ 27-ാം തീയതി ഒരു സംഭവം ഉണ്ടായി. ഡിസംബർ 27-ന് അബു ദാഹിർ എന്ന് പറഞ്ഞ മലയാടിപ്പട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലുള്ള ഒരാളാണ് അബു ദാഹിർ. അബു ദാഹിർ ഏതാനും മൃഗങ്ങളുമായി 2-3 ആടും ഒരു 3-4 കോഴിയൊക്കെ ആയിട്ട് അയാളുടെ കുടുംബമായിട്ട് ഈ മല കയറാൻ പോയി. ദർഗയിലേക്ക് പോവുകയാണ്. അപ്പോൾ താഴെയുള്ള പോലീസ് വരെ ചോദിച്ചു, നിങ്ങൾ ഈ ആടിനെയൊക്കെ ഇതിനെ കൊണ്ടുപോകണേ? അത് ഞങ്ങളുടെ ദർഗയിൽ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ബലി കൊടുക്കണം. ആ പോലീസ് പറഞ്ഞത് ശരിയാവത്തില്ല, അത് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമല്ലേ, അവിടെ നിങ്ങൾക്ക് ബലിയൊന്നും നടത്താൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് തടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ഒരു 10-20 ആളുകൾ കൂടിയിട്ട് അവിടെ വലിയ പ്രതിഷേധം നടത്തി. അങ്ങനെയാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. ആരാണ്? ഡിസംബർ 27-ന് അബു ദാഹിർ എന്ന് പറഞ്ഞ ആൾ മൃഗങ്ങളുമായിട്ട് വന്ന് മല കയറി അവിടെ മൃഗങ്ങളെ വെട്ടാൻ തീരുമാനിച്ചു. അതിനെ പോലീസ് പറഞ്ഞു. ഇയാൾ പോയി വന്നു, പിന്നെ പ്രതിഷേധമുണ്ടായി. പിന്നെ കഴിഞ്ഞ ജനുവരി 18-ന് ഇത് SDPI ഏറ്റെടുത്തു. 100 കണക്കിന് SDPI പ്രവർത്തകർ അങ്ങോട്ട് വന്നിട്ട് മല കയറാൻ ശ്രമിച്ചു. പോലീസ് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തമിഴ്നാട് പോലീസ്, മധുര പോലീസ് വളരെ കൃത്യമായത് ചെയ്തു. പോലീസ് പറഞ്ഞു, വേറെന്ന് പറഞ്ഞു, നിങ്ങൾ വേണ്ട ഒരു കാര്യം ചെയ്യും, നോൺ വെജിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ അല്ലാതെ വേറൊരു വഴി കൂടെ കയറി മോളിൽ കയറി പൊക്കോ എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കണം, പണ്ട് ഹിന്ദുക്കൾ തിരുപ്പറംകുன்றம் മല ഹിന്ദുക്കളുടെ കൈവശം ഇരുന്നപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഒരു ദർഗ ഉണ്ടാക്കാൻ അനുവാദം കൊടുത്തു. അനുവാദം കൊടുത്തതാണ് കുഴപ്പം. ജൈനക്ഷേത്രം പണ്ടേ ഉള്ളതാണ്, 2-ാം നൂറ്റാണ്ടില്ല. അങ്ങനെ ഹിന്ദുക്കൾ കാണിച്ച ഒരു വിശാല ഹൃദയത്വം കൊണ്ട് അവിടെ ആ മലയുടെ ഒരറ്റത്ത് ഒരു ദർഗ വെച്ചു. ഇപ്പോൾ അതിൻ്റെ ചിത്രം നമുക്ക് കാണിക്കാം. ദർഗ പിന്നീട് വലിയ പള്ളിയായി. അവിടെ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. ഒരു അമ്പലത്തിനേക്കാളും വലിയ ഒരു കേന്ദ്രമായി ഇതിൻ്റെ മുകളിൽ, അമ്പലത്തിൻ്റെ നേരെ മുകളിൽ ഈ ദർഗ ഒരു വലിയ മസ്ജിദായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ ഒട്ടകത്തിന് തല വയ്ക്കാൻ കൊടുത്താൽ പിന്നെ കൂടാരത്തിനകത്ത് ഒട്ടകം കയറി ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഇവരങ്ങോട്ട് കയറി. അപ്പോൾ വലിയ പ്രശ്നമായി. പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അങ്ങോട്ട് ആരും കയറില്ലെന്ന് പറഞ്ഞു. കയറില്ലെന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ചതെന്തെന്നറിയോ? അവിടുത്തെ MP, രാമനാഥപുരത്തെ MP, രാമനാഥപുരം ഓർക്കുന്നില്ലേ? നരേന്ദ്രമോദി കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയി ക്ഷേത്രത്തിൽ പോയി അവിടെ റോഡ് ഷോ ഒക്കെ നടത്തിയ മണ്ഡലമാണ്. അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലും DMK ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. അവർ ഒന്നിച്ച് മത്സരിച്ച് അവിടെ K. നവാസ് ഖാനി എന്ന് പറയുന്ന ആൾ അവിടുത്തെ MP ആയി. ഈ MP-യും അവിടുത്തെ MLA, DMK-യുടെ MLA-യും കൂടെ ഒരുമിച്ച്, മണപ്പാറ MLA അബ്ദുൽ സമദും കൂടെ ഒരുമിച്ച് അവിടെ വന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? MP-യും MLA-യും നിൽക്കുമ്പോൾ MLA സ്വന്തം നിലയ്ക്ക് അങ്ങോട്ട് ആളെന്ന് മൊത്തം
തിരുപ്പറംകുന്றம் സർവേ നടത്താൻ 3-4 പേരെയും വിളിച്ചുകൊണ്ട് വന്ന് പുള്ളി അളന്നിട്ട് പറഞ്ഞു, ഞങ്ങളിത് അളന്നിരിക്കുന്നു, ഇനി ഇത് മുതൽ ഈ തിരുപ്പറംകുന്றம் മല വഖഫിൻ്റെയാണ്. അപ്പോൾ വഖഫ് നിയമം എന്താ പറയുന്നത്? വഖഫ് നിയമത്തിലെ 40-ാം വകുപ്പ് പറയുന്നത് വഖഫുമായി ബന്ധപ്പെട്ട് വഖഫ് അങ്ങ് തീരുമാനിച്ചാൽ മതി, വഖഫിന് ബോധ്യപ്പെട്ടാൽ മതി എന്താണ് ഇത് വഖഫാണെന്ന് തീരുമാനിച്ചാൽ വഖഫിൻ്റെ ആവും. എന്നിട്ട് ഒന്നുകൂടെ ചെയ്യണം, വഖഫ് എന്നിട്ട് ഒരാളെ കൊണ്ട് അളപ്പിക്കൂടെ ചെയ്യണം. അളപ്പിക്കുകയും കൂടെ ചെയ്താൽ പൂർണ്ണമായും വഖഫിൻ്റെ ആയി മാറി. വഖഫ് പറഞ്ഞാൽ തന്നെ അധീനതയിലായി. പിന്നെ അത് ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി വഖഫ് ഒന്ന് അളക്കണം. അളന്നിട്ട് അളവ് പൂർത്തിയാവുന്നതോടെ സമ്പൂർണ്ണമായും വഖഫിൻ്റെ പ്രോപ്പർട്ടിയാകും. പക്ഷെ ഇവിടെ വഖഫാണ്. എന്നിട്ട് ഇവർ പ്രഖ്യാപിച്ചു, എംപിയുടെ സാന്നിധ്യത്തിൽ അബ്ദുൽ സമദ് എന്ന് പറഞ്ഞ DMKയുടെ MLA, മണപ്പാറ MLA പറഞ്ഞു ഇത് വഖഫിൻ്റെയാണ്. ഏത്? പാണ്ഡ്യരാജാവിൻ്റെ കാലത്ത് പണിത തിരുപ്പറംകുന്றம் ക്ഷേത്രം, മുരുകൻ്റെ 6 പടവീടുകളിൽ ഒന്ന്, അതിന് തൊട്ടു താഴെ 2-ാം നൂറ്റാണ്ടിലെ ജൈനക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം, ഇത്രയും അടങ്ങുന്ന പ്രോപ്പർട്ടി വഖഫിൻ്റെ ആണെന്ന് പ്രഖ്യാപിച്ചു. ആര് പ്രഖ്യാപിച്ചു? വഖഫല്ല, MLA പ്രഖ്യാപിച്ചു. അപ്പോൾ MLA പ്രഖ്യാപിച്ചു ഞങ്ങളിത് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഈ പോലീസ് നിരോധനം ഉണ്ടല്ലോ അതെല്ലാം ഉടനെ മാറ്റും എന്ന് പറഞ്ഞു. കാരണം അവരാണല്ലോ ഭരണത്തിൽ ഈ മുസ്ലിമുകളെ പ്രീണിപ്പിക്കുക എന്നുള്ളത് എല്ലാ ഭരണകക്ഷികളും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. എന്തുകൊണ്ട് നോക്കിയാലും ഹിന്ദു മെജോറിറ്റി അല്ലേ? അല്ല, ഹിന്ദു മെജോറിറ്റി ആണല്ലോ എല്ലായിടത്തും. ഇപ്പോൾ കേരളത്തിലും ഹിന്ദു മെജോറിറ്റി അല്ലേ? കേരളത്തിൽ 50% കൂടുതൽ ഹിന്ദുക്കളാണ്. 30% ഉള്ളൂ ആര്? മുസ്ലിങ്ങൾ. പരമാവധി വന്നാൽ 30%, ഒരു 15-12% ക്രിസ്ത്യാനികളുണ്ടാവും. അങ്ങനെ രണ്ടും കൂടെ കൂട്ടിയാൽ 45%. ബാക്കി 55% ആരാ? ഹിന്ദുക്കളാണ്. പക്ഷേ ഹിന്ദു പല ജാതിയല്ലേ, പല ജാതികളായി നിൽക്കുകയാണ്. ഒരു മതം എന്ന തരത്തിൽ ചിന്തിക്കാറില്ല. നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകും അല്ലേ? നിങ്ങളുടെ നാട്ടിലുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ പോകും. ഒരു ദിവസം ചിലപ്പോൾ നമ്മുടെ പൂർണ്ണത്രയീശ ക്ഷേത്രം ഒരു ദിവസം ഒരു 500 പേര് വരുന്നുണ്ടാവും അല്ലേ? ഉത്സവകാലത്ത് പൂർണ്ണത്രയീശനെ കാണാൻ 10,000-കണക്കിന് ആളുകൾ വരും. ഒരു സംശയമില്ല, അപാലവൃദ്ധമാണ്. എന്നാൽ പൂർണ്ണത്രയീശ അമ്പലത്തിന് നേരെ ഒരാക്രമണം ഉണ്ടായെന്ന് പറഞ്ഞാൽ എത്ര പേര് പോകും? ഇതാണ് വ്യത്യാസം. നമ്മൾ വ്യക്തികളാണ് പോകുന്നത്, ഹിന്ദു അല്ല പോകുന്നത്. അവിടെ ബബിത പോവും, ബബിതയുടെ ഹസ്ബൻഡ് പോവും, അയൽവക്കത്തുള്ള ആളുകൾ പോവും. പക്ഷേ അവിടെ ഓരോ വ്യക്തികളെന്ന് ഹിന്ദു എന്നതിൽ അമ്പലത്തിലൊരു പ്രശ്നം, അമ്പലത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 10-1 പോകത്തില്ല. കാരണം നമ്മളപ്പോൾ പോയിട്ട് എന്തിന് പുലിവാല് പിടിക്കും? ഇതാണ് ഹിന്ദുവിൻ്റെ പ്രശ്നം. ഹിന്ദു എപ്പോഴും ഇങ്ങനെ വിധേയരായി കൊടുക്കും. നമ്മൾ വിശാല ഹൃദയരാണ്, എല്ലാം തുറന്നു കൊടുക്കും. അങ്ങനെ തമിഴ്നാട്ടിൽ ഇവർ കരുതിയത് DMK ഭരിക്കുന്നു, ഹിന്ദു മതത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് കരുതുന്ന ഉപമുഖ്യമന്ത്രിയുടെ അച്ഛനാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് ഇതങ്ങോട്ട് കയറിയെടുത്താൽ ആരും ചോദിക്കാനും പറയാനും ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിടത്ത് ഇവർക്ക് തെറ്റിപ്പോയി. ഈ കാനി എന്ന് പറഞ്ഞ MPക്കും ഈ അബ്ദുൽ സമദിനും തെറ്റിപ്പോയി. മുരുകനെ വിട്ടിട്ടൊരു കളി തമിഴനില്ല. അതുകൊണ്ട് അതാണ് ഞെട്ടിപ്പോയി. സ്റ്റാലിൻ ഞെട്ടിപ്പോയി, സുഡാപ്പികൾ ഓടി. കാരണം ആയിരക്കണക്കിന്, അതിൽ മഹാഭൂരിപക്ഷം സ്ത്രീകൾ, അവർ വെട്ടുവേൽ മുരുകന് വാഴുകെന്ന് പറഞ്ഞ് ഹരഹരോ പറഞ്ഞിട്ട് കാവിക്കൊടികളുമായി അവർ മധുര നഗരത്തിലാകെ തിങ്ങിയപ്പോൾ സത്യത്തിൽ സർക്കാർ പറച്ചുപോയി. ഇതാണ് ഹിന്ദുവിൻ്റെ ശക്തി കാണിക്കാനുള്ള മാർഗം. തെരുവിലിറങ്ങണം. നമ്മൾ വീട്ടിൽ ഞങ്ങളെല്ലാം ഭൂരിപക്ഷമാണ്, ഞങ്ങളെല്ലാവരും. ഇപ്പോൾ ഭവിത ചോദിച്ചല്ലേ, തമിഴ്നാട്ടിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളല്ലേ? ഇത്രയോ. പക്ഷേ ഹിന്ദുവിനൊരു പ്രശ്നം വന്നാൽ ആരും ഇറങ്ങില്ല. അത് മാറിയിട്ട് ഹിന്ദു ഒന്ന് തെരുവിലിറങ്ങി നോക്കട്ടെ. ഇവർ വലിയ ജാഥയൊക്കെ നടത്തും. ഇപ്പം ബോംബെയിൽ മറ്റേ ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിമുകളുടെ ഏതാണ്ട് 50,000 പേര് പങ്കെടുത്ത ഒരു പ്രകടനം നടന്നു. എന്നിട്ട് മാധ്യമങ്ങളിലൊക്കെ ബോംബെ നഗരം സ്തംഭിച്ചു. കാരണം അവരൊരു കോൾ കൊടുത്താൽ, ഒരു ആഹ്വാനം ചെയ്താൽ അത്രയും ആളുകൾ ഇറങ്ങും. പക്ഷേ ഹിന്ദുക്കളോ ഇറങ്ങില്ല. പക്ഷേ ഹിന്ദുക്കളൊന്ന് ഇറങ്ങാൻ തീരുമാനിച്ചാൽ ബോംബെ 50,000 അല്ല 5 ലക്ഷം പേര് ഇറങ്ങും. എവിടെയും ഇറങ്ങും. ഇല്ലേ? ശബരിമല കാലത്ത് കണ്ടതാണ്. പക്ഷെ അത്തരം വൈകാരികമായി ഹിന്ദു ഇറങ്ങിയിട്ടുള്ള സന്ദർഭങ്ങൾ കുറവാണ്. അങ്ങനെ ഹിന്ദു ഇറങ്ങിയാൽ അതൊരു ഇറക്കമായിരിക്കും. അത് തമിഴ്നാട്ടിൽ കണ്ടു. ഏതായാലും തിരുപ്പറംകുன்றത്തെ തൊട്ട് മുരുകനെ തൊട്ട് മുരുകൻ്റെ 6 പടവീടിൽ തൊട്ട് കളിക്കാൻ വന്നാൽ തമിഴൻ ഒറ്റ മനുഷ്യനായി നിന്നിട്ട് വേലേന്തി വേലായുധൻ്റെ സേനയിലെ അംഗങ്ങളായി വന്ന് ഈ മധുരയിൽ അറിയാലോ, മധുരയിൽ നിന്ന് ഒറ്റച്ചിലമ്പുമായി വന്നിട്ട് നാട് മുടിച്ച ഒരാളുണ്ട്. മധുരയുടെ കഥ അതിനാണ്. അതാണ് മധുര മീനാക്ഷിയായി മാറിയത്. മധുരയിൽ തമിഴൻ്റെ പോരാട്ട വീര്യം അങ്ങനെ ചെറുതൊന്നുമല്ല, ലോകം കീഴടക്കിയതാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള രാജാക്കന്മാർ അല്ലേ, കപ്പലോട്ടിയ ചോളൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ലോകം മുഴുവൻ കപ്പലോടിച്ച് ലോകം മുഴുവൻ കീഴടക്കിയവനാണ് തമിഴൻ. ആ തമിഴൻ്റെ സത്വം എന്ന് പറയുന്നത്, തമിഴൻ്റെ സ്വത്വം എന്ന് പറയുന്നത്
മുരുകനാണ്. മുരുകനെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരും എന്ത് ചെയ്യുമെന്ന് തമിഴൻ പ്രഖ്യാപിച്ചതിൻ്റെ, തമിഴിൻ്റെ യുദ്ധപ്രഖ്യാപനത്തിൻ്റെ, ദേവസേനാപതി നയിക്കുന്ന യുദ്ധപ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ ദിവസം മധുരയിൽ നടന്നത്. ഹിന്ദു ഉണരുകയാണ് തമിഴ്നാട്ടിലും. സ്റ്റാലിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അല്ലേ? സ്റ്റാലിൻ ഓടിയല്ലോ. അല്ലെങ്കിൽ നോക്കൂ, അല്ലെങ്കിൽ സ്റ്റാലിൻ യോഗം നടത്താനൊന്നും സമ്മതിക്കില്ലായിരുന്നു. കോടതി പറഞ്ഞാൽ സമ്മതിക്കില്ല. RSSൻ്റെ റൂട്ട് മാർച്ച് സ്റ്റാലിൻ തടഞ്ഞില്ലേ? കോടതി പറഞ്ഞിട്ട്, ഹൈക്കോടതി പറഞ്ഞിട്ട് നടന്നില്ല. അവസാനം സുപ്രീം കോടതി പറയേണ്ടി വന്നു. സ്റ്റാലിന് വേണമെങ്കിൽ ഇത് കോടതി വിലക്കൊണ്ട് 144 പ്രഖ്യാപിച്ചു, കോടതി നടത്താൻ പറഞ്ഞാൽ ഞാൻ അപ്പീൽ പോകും എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കായിരുന്നു. പക്ഷേ മുരുകനെ തൊട്ടുള്ള കളിയാണ്. മുരുകനെ തൊട്ടാൽ, മുരുകൻ്റെ പേരിൽ ഒരു അന്യായം നടത്താൻ മുസ്ലിങ്ങളെ അനുവദിച്ചാൽ തൻ്റെ സർക്കാർ ഭസ്മമായി പോകുമെന്ന് മധുര മീനാക്ഷിയുടെ ചരിത്രം അറിയാവുന്ന സ്റ്റാലിന് അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.